ഇനി ആലപ്പുഴ ജില്ലയുടെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ എന്താണ് എന്നത് പരിശോധിക്കാം. എങ്ങനെയാണ് മുന്നണികളുടെ കൂട്ടലും കിഴിക്കലും ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് രഘുനാഥ് നാരായണൻ പറയും. ആലപ്പുഴ ജില്ലയിൽ 72 ഗ്രാമപഞ്ചായത്തും 6 മുനിസിപ്പാലിറ്റിയും 12 ബ്ലോക്ക് പഞ്ചായത്തും പുതിയതായി വന്ന ഒരു സീറ്റ് ഉൾപ്പെടെ 24 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുമാണ് ഉള്ളത്. ഇതിൽ മഹാഭൂരിപക്ഷം ഇടങ്ങളിലും LDF ആണ് ഭരിക്കുന്നത്. 50 ഗ്രാമപഞ്ചായത്തിൽ LDF ഭരിക്കുന്നു, 22 UDF ഭരിക്കുന്നു. ഈ 50 ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്നതിൽ ഒരിടത്ത് UDFിൻ്റെ പിന്തുണയോടുകൂടിയാണ് LDF ഭരിക്കുന്നത്. 22 ഗ്രാമപഞ്ചായത്തുകളിൽ UDF ഭരിക്കുന്നിടത്ത് അതിൽ 4 LDFിൻ്റെ പിന്തുണയോടുകൂടിയാണ് UDF ഭരിക്കുന്നത്. ഈ 4+1 പഞ്ചായത്തുകളിൽ ഇരു മുന്നണികളും UDFും LDFും പരസ്പരം പിന്തുണയ്ക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് BJP അവിടെ നിർണായകമായ കക്ഷിയാണ്. BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാണ്. BJPയുടെ വാദം എന്ന് പറയുന്നത് 24 പഞ്ചായത്തുകൾ, അതായത് ഏകദേശം ഈ 72 പഞ്ചായത്തുകളിൽ 24 പഞ്ചായത്തുകളിൽ മുഖ്യ പ്രതിപക്ഷമോ അല്ലെങ്കിൽ വലിയ കക്ഷിയോ ആണ് BJP. നമ്മൾ മൊത്തത്തിലുള്ളൊരു കണക്കെടുത്താൽ 6 മുനിസിപ്പാലിറ്റികളിൽ 3 LDFും 3 UDFുമാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ മൃഗീയ ഭൂരിപക്ഷമാണ് LDFിന്. 11 ബ്ലോക്ക് പഞ്ചായത്തും ഭരിക്കുന്നത് LDF ആണ്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമേ UDFിനുള്ളൂ. ജില്ലാ പഞ്ചായത്തിൽ നിലവിൽ 23 സീറ്റുകളാണുള്ളത്. അതിൽ 22 LDFിനാണ്, 2 സീറ്റ് മാത്രമാണ് UDFിനുള്ളത്. കാലങ്ങളായി നമുക്കറിയാവുന്നതുപോലെ തന്നെ എപ്പോഴും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDFിനാണ് ഒരു മുന്നേറ്റം ഉണ്ടാകുക. സ്വാഭാവികമായി തന്നെ ഇവിടെയും LDFിനൊരു മേൽക്കൈ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ മുൻപെങ്ങുമില്ലാത്ത വിധം കോൺഗ്രസും UDFും BJPയും തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ താഴെത്തട്ടിൽ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതെത്രത്തോളം വോട്ടായി മാറും എന്നുള്ളതാണ് നിർണായകം. പ്രത്യേകിച്ച് ആലപ്പുഴ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. അതുപോലെ തന്നെ പ്രമുഖരായ AK ആൻ്റണി മുതൽ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വയലാർ രവി അടക്കമുള്ള വലിയ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുടെ ജില്ല കൂടിയാണ്. അതുകൊണ്ട് അവർക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിൽ ഒരു മറുപടി കൊടുത്തേ മതിയാകൂ. ഒപ്പം തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. അതും വോട്ടായി മാറാൻ BJPയും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കാര്യമായി, അതായത് 3 മുന്നണികളുടെയും ഒരു ബലപരീക്ഷണം തന്നെയായിരിക്കും ആലപ്പുഴയിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ്.